ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യ പറഞ്ഞിട്ട് ജയന്തി രാധികയെ കൊല്ലാൻ വേണ്ടി പായസത്തിൽ വിഷം കലർത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രാവശ്യം അത് പാളിപ്പോയെങ്കിലും രണ്ടാം തവണ എന്തായാലും രാധികയെ ഇല്ലാതാക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ജയന്തി. എങ്കിലും ജയന്തിക്ക് രാധിക എന്ന നല്ല കുട്ടിക്ക് അത് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. 2 ഗ്ലാസ് പായസം എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ശ്യാമയ്ക്കും 1 ഗ്ലാസ് രാധികയ്ക്കും. അങ്ങനെ രാധികയ്ക്ക് കൊടുക്കാനുള്ളതിൽ മാത്രമാണ് വിഷം കലർത്തിയിരിക്കുന്നത്. തുടർന്ന് ജയന്തിയെ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നും 1 ഗ്ലാസ് എടുത്തത് ജയന്തിയുടെ ഭർത്താവായ രാമനാണ്. മറ്റേ ഗ്ലാസ് രാധികയ്ക്കും കൊടുത്തു. അങ്ങനെ രാധിക കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് ജയന്തി. ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. അതിശയത്തോടെ രാമനും ശ്യാമയും രാധികയും ജയന്തിയെ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് ജയന്തിക്ക് കരഞ്ഞുകൊണ്ട് സത്യം പറയേണ്ടി വരുന്നു. അപ്പോൾ തന്നെ ശ്യാമയ്ക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേരിൽ ജയന്തിയെ അവർ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക ശ്യാമയ്ക്കൊപ്പമാണെന്ന് വരുൺ മനസ്സിലാക്കിയിരുന്നു. എവിടെയാണെന്ന് മാത്രം അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ അത് കണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ രാധികയുള്ള സ്ഥലത്ത് വരികയും ചെയ്തു. രാധികയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ശ്യാമ. അവരറിയാതെ തന്നെ അവരുടെ കാറിന്റെ പിന്നിൽ വരുണിന്റെ കാറും ഉണ്ടായിരുന്നു. വഴിയോരത്ത് കരിക്ക് കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അവർ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും അവർ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം രാധികയുടെ പിന്നിൽ കൂടി വരുൺ വരുന്നു. രാധിക കാണാതെ ആദ്യം മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഫോൺ സംസാരിക്കാനായിട്ട് അല്പം മാറി നിൽക്കുകയാണ് ശ്യാമ. അതുകൊണ്ട് തന്നെ വരുണിനെ ശ്യാമ കാണുന്നില്ല. രാധിക കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അതിൽ നിന്ന് വരുൺ വന്ന് കുറച്ച് കരിക്കും വെള്ളം കുടിക്കുന്നു. രാധിക ഒന്ന് കുഞ്ഞ സമയത്തായിരുന്നു അത് സംഭവിച്ചത്. എന്നാൽ വരുൺ തന്റെ അരികിൽ എത്തിയിട്ടുണ്ടെന്ന് രാധികയ്ക്ക് മനസ്സിലായി. രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ വരുണിനെ അവിടെ കാണുന്നില്ല. അവിടെ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ് വരുൺ. ശ്യാമ രാധികയുടെ ആരാണ്? ഫിദാമേഡവും ശ്യാമയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുണിന്റെ ഈ ഒരു ഒളിച്ചുകളി. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് തന്ത്രിയെ. അവിടെ കിടന്നിട്ടും രാധികയെ കാണണമെന്നാണ് തന്ത്രി ആവശ്യപ്പെടുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് പ്രിയങ്ക അവിടേക്ക് വരുന്നത്. വളരെ ദേഷ്യത്തോടെ തന്നെ പ്രിയങ്ക തന്ത്രിയോട് പറയുന്നു, അവളെ കൊന്നു കളയാനാണ് എന്റെ തീരുമാനം. ഇത് കേട്ട് തടയാനാകാതെ വളരെ സങ്കടത്തോടെ കിടക്കുകയാണ് തന്ത്രി. ശനിയാഴ്ച രാത്രി 9 മണിക്ക് മഹാ എപ്പിസോഡ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.